ചെർപ്പുളശ്ശേരി നഗരസഭാ പരിധിയിലുള്ള അനധികൃത ക്വാറികൾ അടച്ചുപൂട്ടാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കൗൺസിൽ തീരുമാനം. പുതിയ ക്വാറികൾക്ക് അനുമതി നൽകേണ്ടെന്നും ഭരണപ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. റോഡ് നവീകരണം നടക്കുന്നതിനാൽ നഗരത്തിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നടപടി വേണമെന്നും കൗൺസിലിൽ ആവശ്യമുയർന്നു. നഗരസഭയിലെ 31-ാം വാർഡിലെ ചെന്തത്തുപറമ്പിൽ വരാൻ പോകുന്ന പുതിയ ക്വാറിയുടെ അപേക്ഷ പരിഗണിച്ചുള്ള അജണ്ടയിലാണ് വിഷയം ചർച്ചയായത്. എന്നാൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ ക്വാറിയെ എതിർത്തു. ഇത്തരം ക്വാറികൾക്ക് അനുമതി നൽകരുതെന്ന് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ സ്വൈര്യജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം ക്വാറികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. ഈ കൗൺസിൽ അനുമതി നൽകുന്നില്ല എന്ന് തീരുമാനിക്കുന്നതോടൊപ്പം തന്നെ അനധികൃതമായി ലൈസൻസ് കോപ്പിക്കാൻ തടസ്സങ്ങൾ മറ്റൊരു തടസ്സമില്ലാതെ ആവശ്യപ്പെട്ടു. അനധികൃതമായി നമ്മുടെ നഗരസഭയിൽ പ്രവർത്തിക്കുന്ന കോരികൾക്കെതിരെ നഗരസഭയുടെ ചട്ടം അനുവദിക്കുന്ന എല്ലാ പഴുതുകളും ഉപയോഗിച്ച് ചെയ്യേണ്ടത് നമ്മളല്ലായിരിക്കാം. ഇവിടെ വാഹനമുണ്ട്, വില്ലേജ് ഓഫീസർക്ക് വാഹനം ഉണ്ടാവില്ല, നമുക്ക് വാഹനമുണ്ട്, മറ്റ് സഞ്ചാരങ്ങളിൽ നമ്മളെ നിയമങ്ങൾ ഒതുക്കുന്നുണ്ട്. അതൊരു തർക്കമാണ്. ആക്ഷേപത്ത് ഇവരുടെ ഉന്നയിക്കുന്ന ആക്ഷേപത്ത് ഞങ്ങൾ ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കാൻ നിങ്ങൾ ഞങ്ങൾ ചെയ്തില്ല, ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ടവരൊക്കെ. അപ്പം അതിനൊക്കെ നമ്മൾ പിന്തുണ കൊടുക്കുന്നു എന്ന ആക്ഷേപം ഉള്ള മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടാവാത്ത രീതിയിലുള്ള ഇടപെടലുകൾ കൂടി ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നല്ല അപേക്ഷ. 10 അജണ്ടകളാണ് യോഗത്തിൽ ചർച്ച ചെയ്തത്. നഗരസഭയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ഫണ്ട് നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകരുതെന്ന് പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് പറഞ്ഞു. നഗര നവീകരണം നടക്കുന്നതിനാൽ ടൗണിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ നടപടി ഉണ്ടാകണമെന്നും KM ഇസ്ഹാഖ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. നമുക്ക് ഈ നഷ്ടപ്പെട്ടതിലും വലിയ നഷ്ടപ്പെടൽ നമുക്ക് വരാൻ വേണ്ടി പോകുന്നു. അപ്പൊ അത് ഇപ്പോ ഭരണസ്വാധീനം ഏത് തരത്തിലാ ഉപയോഗിച്ച് കഴിവും പ്രാപ്തിയുമുള്ള ഉദ്യോഗസ്ഥന്മാരെ നിലനിർത്താൻ പറ്റുന്നവരെ നിലനിർത്തിയും പുതുതായി ഒഴിവുകൾ വരാതെ കസേരകൾ കാലിയാകാതെ ജനങ്ങൾ കയറി ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടാക്കാതെ പരമാവധി ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ ബഹുമാനപ്പെട്ട ചെയർമാന്റെ നേതൃത്വത്തിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷത്തേതിലും വലിയ പെടാപ്പാടിലാണ്, സാമ്പത്തിക നഷ്ടത്തിലാണ്. ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകാവുന്ന നഷ്ടം വളരെ വലുതാണ്. നമ്മൾ ഒരു ലാസ്റ്റ് ലാപ്പാണ്, നമ്മൾ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഈ ചെർപ്പശ്ശേരി ടൗണിലെ ഗുരുതരമായ ബ്ലോക്ക് അതിപ്പോ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് നമ്മുടെ നാട്ടിൽ. ചർച്ച ചെയ്യപ്പെടുന്നതല്ല, നമ്മളെല്ലാവരും ഒന്നടങ്കം പറയുന്ന ആളുകൾ, ഒരാൾ മാത്രമൊന്നുമല്ല. റോഡ് പണിയുടെ ഭാഗമായിട്ടുള്ള ബ്ലോക്ക് ഉണ്ട്, ഞാനതില്ലാന്ന് പറയുന്നില്ല. പക്ഷെ കൃത്രിമമായി ശ്രദ്ധക്കുറവ് കൊണ്ട്, വേണ്ടത്ര ജാഗ്രത പാലിക്കാത്തത് കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെർപ്പശ്ശേരി ടൗണിലെ ഈ ബ്ലോക്ക് അവസാനിപ്പിച്ചില്ലെങ്കിലോ ജനങ്ങൾ വലിയ തോതിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ജനങ്ങൾ നമ്മൾ അടിക്കുന്ന അവസ്ഥ. അവിടെ വാഹന ഉടമകൾ, അവിടുത്തെ കച്ചവടക്കാര്, അവരൊക്കെ നമുക്ക് നികുതി പണം തന്നിട്ട് അവരാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയെ നിലനിർത്തുന്നത്. പോലീസുമായി സംസാരിച്ച് അടിയന്തര നടപടിയെടുക്കാമെന്ന് ചെയർമാൻ മറുപടി പറഞ്ഞു. റോഡ് പണി നടക്കുന്നു, അതിൻ്റെ റോഡുകൾ ഡാമേജ്, സ്പീഡിൽ പോകാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ഉണ്ട്. ഇതുപോലും വണ്ടികൾ കൊടുന്ന് ക്രമവിരുദ്ധമായി പാർക്ക് ചെയ്യുന്നതും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ആ കാര്യത്തിൽ പോലീസ് അധികാരികളുമായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചർച്ച നടത്തി. ഒരു നോ പാർക്കിംഗ് ഏരിയയായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഏരിയ അല്ല സ്ഥിതിയല്ല ടൗണിൽ ഇപ്പോൾ ഉള്ളത്. റോഡ് പണി എന്നുകൊണ്ട് പാർക്കിംഗ് വേണ്ട എന്ന് അപ്പോൾ അതെന്ത് സൗകര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത് അടിയന്തരമായി ആലോചിക്കും. ഹൈസ്കൂളോട് വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റ് സ്കൂൾ കാഴ്ചയും നിലക്കും. അപ്പോൾ ഞങ്ങൾ നാളെ കൂട്ടായി അപ്പോൾ അത് CI ഇന്നിപ്പോൾ വന്നാൽ അദ്ദേഹത്തിന് സംസാരിച്ച് കൂടുതൽ പോലീസെ ഉപയോഗിച്ചുകൊണ്ട് സൗകര്യം ഉണ്ടാക്കും. പോലീസ് ഇടപെടുന്നുണ്ട്, പോലീസ് പെറ്റി കേസ് കൊടുക്കുന്നതൊക്കെ ഉണ്ട്. എന്നാൽ പോലും പാർക്ക് ചെയ്ത് പോവുകയാണ്. CCN ചെർപ്പുളശ്ശേരി.